ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവർ യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ മോവാബ്യർ, ഓപ്ഷൻ ബി എഫ്രാത്യർ, ഓപ്ഷൻ സി യഹൂദർ, ഓപ്ഷൻ ഡി ഇസ്രായേലിയർ. ഉത്തരം ഓപ്ഷൻ ബി എഫ്രാത്യർ. റൂത്ത് 1:2. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഓപ്ഷൻ എ മരുമകൾ, ഓപ്ഷൻ ബി റൂത്ത്, ഓപ്ഷൻ സി ഓർഫ, ഓപ്ഷൻ ഡി റൂത്തും ഓർഫയും. ഉത്തരം ഓപ്ഷൻ സി ഓർഫ. റൂത്ത് 1:14. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഓപ്ഷൻ എ ആളുകളുടെ അടുത്തേക്ക്, ഓപ്ഷൻ ബി മാതൃഭവനത്തിലേക്ക്, ഓപ്ഷൻ സി ബന്ധുജനങ്ങളുടെ അടുത്തേക്ക്, ഓപ്ഷൻ ഡി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. റൂത്ത് 1:15. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഓപ്ഷൻ എ നഗരം മുഴുവൻ, ഓപ്ഷൻ ബി പട്ടണം മുഴുവൻ, ഓപ്ഷൻ സി ജനം മുഴുവൻ, ഓപ്ഷൻ ഡി സ്ത്രീകൾ. ഉത്തരം ഓപ്ഷൻ ബി പട്ടണം മുഴുവൻ. റൂത്ത് 1:19. നവോമി എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ എ സന്തുഷ്ട, ഓപ്ഷൻ ബി മാറ, ഓപ്ഷൻ സി ഐശ്വര്യം, ഓപ്ഷൻ ഡി മഹത്വം. ഉത്തരം ഓപ്ഷൻ എ സന്തുഷ്ട. റൂത്ത് 1:20 ഫുട് നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഓപ്ഷൻ എ കർത്താവ് നിങ്ങളോടുകൂടെ, ഓപ്ഷൻ ബി കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ സി ദൈവം അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ ഡി ദൈവം നിങ്ങളോടുകൂടെ. ഉത്തരം ഓപ്ഷൻ എ കർത്താവ് നിങ്ങളോടുകൂടെ. റൂത്ത് 2:4. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? ഓപ്ഷൻ എ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ ബി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ സി കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ ഡി ദൈവം അനുഗ്രഹിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. റൂത്ത് 2:4. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഓപ്ഷൻ എ ഭൃത്യരോടുകൂടെ, ഓപ്ഷൻ ബി കൊയ്ത്തുകാരോടുകൂടെ, ഓപ്ഷൻ സി ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്, ഓപ്ഷൻ ഡി ബോവാസിന്റെ വേലക്കാരോടുകൂടെ. ഉത്തരം ഓപ്ഷൻ സി ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. റൂത്ത് 2:23. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഓപ്ഷൻ എ ആരാണ് ഈ സ്ത്രീ, ഓപ്ഷൻ ബി ഇവൾ എവിടെ നിന്ന് വരുന്നു, ഓപ്ഷൻ സി ഇവൾ ആരാണ്, ഓപ്ഷൻ ഡി ആരാണ് ഈ യുവതി. ഉത്തരം ഓപ്ഷൻ ഡി ആരാണ് ഈ യുവതി. റൂത്ത് 2:5. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഓപ്ഷൻ എ കൈ കൂപ്പിക്കൊണ്ട്, ഓപ്ഷൻ ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ഓപ്ഷൻ സി പുഞ്ചിരിച്ചുകൊണ്ട്, ഓപ്ഷൻ ഡി താണു വണങ്ങിക്കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. റൂത്ത് 2:10. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഓപ്ഷൻ എ അമ്മായിയമ്മയെ, ഓപ്ഷൻ ബി ബോവാസിനെ, ഓപ്ഷൻ സി നവോമിയെ, ഓപ്ഷൻ ഡി ദാസിമാരെ.
ഉത്തരം ഓപ്ഷൻ എ അമ്മായി അമ്മയെ. റൂത്ത് 2:18. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ ജ്ഞാനം, അറിവ്, ഭോഷത്തം. ഓപ്ഷൻ ബി ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്തവും. ഓപ്ഷൻ സി ഉന്മത്തതയും അറിവും ഭോഷത്തവും. ഓപ്ഷൻ ഡി ബുദ്ധിയും വിവേകവും അറിവും. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്തവും. സഭാപ്രസംഗകൻ 2:12. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്ത്? ഓപ്ഷൻ എ സ്മരണ. ഓപ്ഷൻ ബി ധനം. ഓപ്ഷൻ സി ശാശ്വത സ്മരണ. ഓപ്ഷൻ ഡി തുല്യത. ഉത്തരം ഓപ്ഷൻ സി ശാശ്വത സ്മരണ. സഭാപ്രസംഗകൻ 2:16. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻ എ തന്നെ സ്നേഹിക്കുന്നവന്. ഓപ്ഷൻ ബി ദൈവത്തെ അനുസരിക്കുന്നവന്. ഓപ്ഷൻ സി ദൈവത്തെ അറിയുന്നവന്. ഓപ്ഷൻ ഡി തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ഉത്തരം ഓപ്ഷൻ ഡി തന്നെ പ്രസാദിപ്പിക്കുന്നവന്. സഭാപ്രസംഗകൻ 2:26. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്ത്? ഓപ്ഷൻ എ ജ്ഞാനവും അറിവും ആനന്ദവും. ഓപ്ഷൻ ബി അറിവും ആനന്ദവും അനുഗ്രഹവും. ഓപ്ഷൻ സി ജ്ഞാനവും അറിവും അനുഗ്രഹവും. ഓപ്ഷൻ ഡി ജ്ഞാനവും അറിവും വിവേകവും. ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനവും അറിവും ആനന്ദവും. സഭാപ്രസംഗകൻ 2:26. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? ഓപ്ഷൻ എ പ്രകാശത്തിൽ ചരിക്കുന്നവന്. ഓപ്ഷൻ ബി ജ്ഞാനിക്ക്. ഓപ്ഷൻ സി ജ്ഞാനത്തിൽ വസിക്കുന്നവന്. ഓപ്ഷൻ ഡി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനിക്ക്. സഭാപ്രസംഗകൻ 2:14. ഭോഷൻ നടക്കുന്നത് എവിടെ? ഓപ്ഷൻ എ അന്ധകാരത്തിൽ. ഓപ്ഷൻ ബി ഇരുളിൽ. ഓപ്ഷൻ സി ഇരുട്ടിൽ. ഓപ്ഷൻ ഡി അജ്ഞതയിൽ. ഉത്തരം ഓപ്ഷൻ സി ഇരുട്ടിൽ. സഭാപ്രസംഗകൻ 2:14. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ഓപ്ഷൻ എ ദൈവപിതാവിൽ നിന്ന്. ഓപ്ഷൻ ബി കർത്താവിൽ നിന്ന്. ഓപ്ഷൻ സി കർത്തൃസന്നിധിയിൽ നിന്ന്. ഓപ്ഷൻ ഡി ദൈവത്തിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തിൽ നിന്ന്. സഭാപ്രസംഗകൻ 2:25. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നന്മ തിന്മയെ കുറിച്ചുള്ള അറിവ്. ഓപ്ഷൻ ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ഓപ്ഷൻ സി നീതിബോധം. ഓപ്ഷൻ ഡി ജ്ഞാനബോധം. ഉത്തരം ഓപ്ഷൻ ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. സഭാപ്രസംഗകൻ 3:11. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഓപ്ഷൻ എ പാപികളെ. ഓപ്ഷൻ ബി ഭോഷന്മാരെയും ദുഷ്ടരെയും. ഓപ്ഷൻ സി നീതിമാനെയും ദുഷ്ടനെയും. ഓപ്ഷൻ ഡി ദുഷ്ടരെയും ശിഷ്ടരെയും. ഉത്തരം ഓപ്ഷൻ സി നീതിമാനെയും ദുഷ്ടനെയും. സഭാപ്രസംഗകൻ 3:17. ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഓപ്ഷൻ എ മനുഷ്യപുത്രൻ. ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ ഏകജാതൻ. ഓപ്ഷൻ സി യേശുക്രിസ്തു. ഓപ്ഷൻ ഡി ദൈവം തന്നെയായ ഏകജാതൻ. ഉത്തരം ഓപ്ഷൻ ഡി ദൈവം തന്നെയായ ഏകജാതൻ. യോഹന്നാൻ 1:18. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്?
ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ ബി 6. യോഹന്നാൻ 1, 20, 25 വാക്യങ്ങൾ. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ, എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഓപ്ഷൻ ബി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഓപ്ഷൻ സി, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഓപ്ഷൻ ഡി, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉത്തരം ഓപ്ഷൻ എ, എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ 1:27. ബഥാനിയ എവിടെയാണ്? ഓപ്ഷൻ എ, കടലിൻ്റെ മറുകരെ. ഓപ്ഷൻ ബി, ജോർദാൻ്റെ അക്കരെ. ഓപ്ഷൻ സി, സമരിയായിൽ. ഓപ്ഷൻ ഡി, സാലിമിനടുത്തുള്ള ഏനോനിൽ. ഉത്തരം ഓപ്ഷൻ ബി, ജോർദാൻ്റെ അക്കരെ. യോഹന്നാൻ 1:28. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ, പാപങ്ങൾ നീക്കാൻ. ഓപ്ഷൻ ബി, യേശുവിനെ സാക്ഷ്യം നൽകാൻ. ഓപ്ഷൻ സി, യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ഓപ്ഷൻ ഡി, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ. ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. യോഹന്നാൻ 1:31. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ, അന്ത്രയോസ്. ഓപ്ഷൻ ബി, പീലിപ്പോസ്. ഓപ്ഷൻ സി, നഥാനയേൽ. ഓപ്ഷൻ ഡി, യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ എ, അന്ത്രയോസ്. യോഹന്നാൻ 1:42. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചത് ആര്? ഓപ്ഷൻ എ, ജനങ്ങൾ. ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ഓപ്ഷൻ സി, സമറിയാക്കാർ. ഓപ്ഷൻ ഡി, യഹൂദരിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. യോഹന്നാൻ 2:22. യേശുവും നിക്കോദേമോസും സംസാരിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ, യൂദയ ദേശത്തേക്ക്. ഓപ്ഷൻ ബി, ഗലീലിയിലേക്ക്. ഓപ്ഷൻ സി, ഒലിവ് മലയിലേക്ക്. ഓപ്ഷൻ ഡി, കഫർനാമിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ, യൂദയ ദേശത്തേക്ക്. യോഹന്നാൻ 3:22. സമറിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ, യൂദയ ദേശത്തേക്ക്. ഓപ്ഷൻ ബി, ഗലീലിയിലേക്ക്. ഓപ്ഷൻ സി, ഒലിവ് മലയിലേക്ക്. ഓപ്ഷൻ ഡി, കഫർനാമിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി, ഗലീലിയിലേക്ക്. യോഹന്നാൻ 4:43. യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ത്? ഓപ്ഷൻ എ, വിശുദ്ധ ലിഖിതങ്ങൾ. ഓപ്ഷൻ ബി, യോഹന്നാൻ. ഓപ്ഷൻ സി, പിതാവ്. ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ എ, വിശുദ്ധ ലിഖിതങ്ങൾ. യോഹന്നാൻ 5:39. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ, യൂദായിലുള്ള സഭകൾ. ഓപ്ഷൻ ബി, ജെറുസലേമിലെ സഭകൾ. ഓപ്ഷൻ സി, സിറിയായിലെ സഭകൾ. ഓപ്ഷൻ ഡി, ദമാസ്കസിലെ സഭകൾ. ഉത്തരം ഓപ്ഷൻ എ, യൂദായിലുള്ള സഭകൾ. ഗലാത്തിയ 1:24. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? ഓപ്ഷൻ എ, യൂദയായിൽ. ഓപ്ഷൻ ബി, അന്ത്യോക്യായിൽ. ഓപ്ഷൻ സി, ജെറുസലേമിൽ. ഓപ്ഷൻ ഡി, സിറിയായിൽ. ഉത്തരം ഓപ്ഷൻ ബി, അന്ത്യോക്യായിൽ. ഗലാത്തിയ 2:11. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്?
ഓപ്ഷൻ എ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഓപ്ഷൻ ബി നിയമത്തിലൂടെ. ഓപ്ഷൻ സി നിയമാനുഷ്ഠാനത്തിലൂടെ. ഓപ്ഷൻ ഡി ദൈവൈക്യത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ എ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഗലാത്യ 2:16. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹത്തോടൊത്ത് ഡാഷ് പ്രാപിക്കുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വിശ്വാസം. ഓപ്ഷൻ ബി നീതി. ഓപ്ഷൻ സി അനുഗ്രഹം. ഓപ്ഷൻ ഡി ജീവൻ. ഉത്തരം ഓപ്ഷൻ സി അനുഗ്രഹം. ഗലാത്യ 3:9. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഓപ്ഷൻ എ വിശ്വാസി. ഓപ്ഷൻ ബി നീതിമാൻ. ഓപ്ഷൻ സി ദൈവഭക്തൻ. ഓപ്ഷൻ ഡി നന്മയുള്ളവൻ. ഉത്തരം ഓപ്ഷൻ ബി നീതിമാൻ. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? ഓപ്ഷൻ എ നീതിമാന്മാരിലേക്ക്. ഓപ്ഷൻ ബി ലോകത്തിലേക്ക്. ഓപ്ഷൻ സി എല്ലാ മനുഷ്യരിലേക്കും. ഓപ്ഷൻ ഡി വിജാതീയരിലേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി വിജാതീയരിലേക്ക്. ഗലാത്യ 3:14. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പാരമ്പര്യ അവകാശം. ഓപ്ഷൻ ബി അവകാശം. ഓപ്ഷൻ സി വിശ്വാസം. ഓപ്ഷൻ ഡി നീതി. ഉത്തരം ഓപ്ഷൻ എ പാരമ്പര്യ അവകാശം. ഗലാത്യ 3:18. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഭക്തി. ഓപ്ഷൻ ബി വിശ്വാസം. ഓപ്ഷൻ സി സ്നേഹം. ഓപ്ഷൻ ഡി നീതി. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. ഗലാത്യ 3:23. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വിശ്വാസം. ഓപ്ഷൻ ബി നീതി. ഓപ്ഷൻ സി സ്നാനം. ഓപ്ഷൻ ഡി നിയമം. ഉത്തരം ഓപ്ഷൻ സി സ്നാനം. ഗലാത്യ 3:27. കാലസമ്പൂർണതയിൽ ദൈവം ആരെയാണ് അയച്ചത്? ഓപ്ഷൻ എ തൻ്റെ പുത്രനെ. ഓപ്ഷൻ ബി തൻ്റെ ഏകജാതനെ. ഓപ്ഷൻ സി ലോകരക്ഷകനെ. ഓപ്ഷൻ ഡി യേശു ക്രിസ്തുവിനെ. ഉത്തരം ഓപ്ഷൻ എ തൻ്റെ പുത്രനെ. ഗലാത്യ 4:4. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? ഓപ്ഷൻ എ തിന്മ. ഓപ്ഷൻ ബി ഗർവ്. ഓപ്ഷൻ സി അഹങ്കാരം. ഓപ്ഷൻ ഡി ദുഷ്ടത. ഉത്തരം ഓപ്ഷൻ ബി ഗർവ്. 1 സാമുവൽ 2:3. ആഹാരത്തിന് വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? ഓപ്ഷൻ എ അധ്വാനിക്കുന്നവർ. ഓപ്ഷൻ ബി ദരിദ്രർ. ഓപ്ഷൻ സി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ഓപ്ഷൻ ഡി പരിശ്രമിക്കുന്നവർ. ഉത്തരം ഓപ്ഷൻ സി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. 1 സാമുവൽ 2:5. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? ഓപ്ഷൻ എ ഉന്നത പദവിക്ക്. ഓപ്ഷൻ ബി ഉയർന്ന സ്ഥാനത്തിന്. ഓപ്ഷൻ സി സ്വർഗരാജ്യത്തിന്. ഓപ്ഷൻ ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. 1 സാമുവൽ 2:8. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? ഓപ്ഷൻ എ നീതിമാന്മാരുടെ. ഓപ്ഷൻ ബി വിശ്വസ്തരുടെ. ഓപ്ഷൻ സി വിശ്വാസികളുടെ. ഓപ്ഷൻ ഡി ദൈവഭക്തരുടെ. ഉത്തരം ഓപ്ഷൻ ബി വിശ്വസ്തരുടെ. 1 സാമുവൽ 2:9. ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? ഓപ്ഷൻ എ ദുഷ്ടർക്കെതിരെ. ഓപ്ഷൻ ബി അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ. ഓപ്ഷൻ സി പ്രതിയോഗികൾക്കെതിരെ.
ഓപ്ഷൻ ഡി തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെ. ഉത്തരം ഓപ്ഷൻ സി പ്രതിയോഗികൾക്കെതിരെ. 1 സാമുവൽ 2:10. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? ഓപ്ഷൻ എ തദ്ദേശവാസികൾ, ഓപ്ഷൻ ബി ഗ്രാമവാസികൾ, ഓപ്ഷൻ സി പട്ടണ നിവാസികൾ, ഓപ്ഷൻ ഡി ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ തദ്ദേശവാസികൾ. 1 സാമുവൽ 5:10. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്ത്യരുടെ കൈകളിലായിരുന്നത്? ഓപ്ഷൻ എ 8 മാസം, ഓപ്ഷൻ ബി 7 മാസം, ഓപ്ഷൻ സി 3 മാസം, ഓപ്ഷൻ ഡി 5 മാസം. ഉത്തരം ഓപ്ഷൻ ബി 7 മാസം. 1 സാമുവൽ 6:1. 6-ാം അധ്യായത്തിൽ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? ഗലാത്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ. ഓപ്ഷൻ എ 6:7, ഓപ്ഷൻ ബി 6:8, ഓപ്ഷൻ സി 6:6, ഓപ്ഷൻ ഡി 6:5. ഉത്തരം ഓപ്ഷൻ സി ഗലാത്തിയ 6:6. ആരാണ് ബത്ശമേഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഓപ്ഷൻ എ ഫിലിസ്ത്യർ, ഓപ്ഷൻ ബി ശ്രേഷ്ഠന്മാർ, ഓപ്ഷൻ സി ഫിലിസ്ത്യ ശ്രേഷ്ഠന്മാർ, ഓപ്ഷൻ ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഉത്തരം ഓപ്ഷൻ ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 1 സാമുവൽ 6:12. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബത്ശമേഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ പേടകം, ഓപ്ഷൻ ബി കർത്താവിൻ്റെ പേടകം, ഓപ്ഷൻ സി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പേടകം, ഓപ്ഷൻ ഡി ദൈവമായ കർത്താവിൻ്റെ പേടകം. ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ പേടകം. 1 സാമുവൽ 6:13. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.